നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിലെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ ആ ഒരു പോർഷനാണ്. അതിൽ ഒന്നാമത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പോയിൻ്റ് വൈസായിട്ട് നോക്കിപ്പോകാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 1758. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 1729 മുതൽ 1758 വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലമെന്നത്. തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പല പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരത്തെ കൽക്കുളത്തിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ഇദ്ദേഹമായിരുന്നു. കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം, ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയത്തെയാണ്. കേരള ചരിത്രത്തിൽ തന്നെ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം, ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിയുകയും കന്യാകുമാരിക്ക് സമീപമുള്ള വട്ടക്കോട്ട നിർമ്മിക്കുകയും ചെയ്ത ഭരണാധികാരി ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ഹിരണ്യഗർഭം എന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. പഞ്ചഗവ്യം എന്നാണ് ഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത്. പഞ്ചഗവ്യം. ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഇദ്ദേഹമാണ്. ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുര കൊട്ടാരത്തിലാണ്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. ശുചീന്ദ്രൻ കൈമുക്ക്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം, അതായത് ബഡ്ജറ്റ് കൊണ്ടുവന്നത് ഭരണാധികാരി ഇദ്ദേഹമാണ്. ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെടുത്ത് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമായ മുറജപവും ഇതിൻ്റെ ചെറുചടങ്ങായിരുന്ന വർഷത്തിൽ 2 തവണ വീതം നടത്തിയിരുന്ന ഭദ്രദീപവും ആരംഭിച്ച ഭരണാധികാരി ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവം മുറജപവും 2 തവണ വീതം നടത്തുന്ന ഭദ്രദീപം ഇദ്ദേഹമാണ് തുടക്കമിട്ടത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിക്കുകയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിംഗ് വരപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ച ഭരണാധികാരിയും ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവും ഇദ്ദേഹമാണ്. കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. തെക്കുംകൂർ വടക്കുംകൂർ എന്ന വേർതിരിവ് തിരുവിതാംകൂർ ചെയ്ത ഭരണാധികാരിയാണ് ഇദ്ദേഹം. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ പേരിലാണ് അദ്ദേഹം രാജാവായി വന്നത്. വീരരവിവർമ്മ പണിത ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ് ഇദ്ദേഹമാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിതു. ആ ഉദയഗിരിക്കോട്ട നിർമ്മിച്ചത് വീരരവിവർമ്മ ആണ്. അടുത്തത്, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഏർപ്പെടുത്തിയ ഒരു സ്ഥിര സൈന്യമാണ് മറവപ്പട എന്നാണ് സ്ഥിര സൈന്യത്തിൻ്റെ പേര്. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. 1746 പുറക്കാട്ട് യുദ്ധത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ ഓടനാട് എന്നറിയപ്പെടുന്ന കായംകുളം പിടിച്ചടക്കിയത്. 1746 പുറക്കാട് യുദ്ധം. അത് ഓടനാട് എന്നറിയപ്പെടുന്ന കായംകുളം പിടിച്ചടക്കിയതാണ്. ആ ഒരു 1746 പുറക്കാട് യുദ്ധത്തിലൂടെയാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് എരുവയിൽ അച്യുതൻ വാര്യറാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവ് അദ്ദേഹമാണ്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. പള്ളിയാടി മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ
ദേവസം, ബ്രഹ്മസം, ദാനം അല്ലെങ്കിൽ വിരുതി, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തരംതിരിച്ച പണ്ടാരവകയാണ്. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയ്യൻ ദളവ. രാമയ്യൻ ദളവയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി. കൃഷ്ണശർമ്മൻ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു. കൃഷ്ണശർമ്മൻ ആസ്ഥാന കവി. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ഏതൊക്കെയായിരുന്നു? റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, മിസ്റ്റേക്കാണ്. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ് പ്രമുഖ കവികൾ. ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മൻ, അല്ലാതെ പ്രമുഖ കവിയായിട്ടുള്ളത് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരൊക്കെയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ആണ് നായർ ബ്രിഗേഡാണ്. ഇന്നത്തെ താലൂക്കിന് സമാനമായ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഘടകം ഏതായിരുന്നു? മണ്ഡപത്തും വാതിക്കൽ. ഇന്നത്തെ കാലത്ത് താലൂക്ക് എന്ന് പറഞ്ഞിരുന്നു, ആ കാലത്ത് മണ്ഡപത്തും വാതിക്കൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണക്കെട്ട്, പുത്തനണ എന്നിവ. പൊന്മന അണക്കെട്ട്, പുത്തനണ. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് എന്നും തിരുവിതാംകൂറിലെ വ്യവസായികൾ മുടക്കുമടിശീലക്കാർ എന്നും അറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ചത് വാണിജ്യ വകുപ്പ് എന്നും തിരുവിതാംകൂറിലെ വ്യവസായികൾ മുളകുമടിശീലക്കാരെന്നും അറിയപ്പെട്ടു. മതിലകം ഗ്രന്ഥവരി തിരുവിതാംകൂറുമായും മതിലകം രേഖകൾ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രന്ഥവരി തിരുവിതാംകൂറുമായിട്ടും രേഖകൾ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ദിവാൻമാരാണ് ആരൊക്കെ? അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ, ദളവ. അങ്ങനെ 3 പേരാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ദിവാൻമാരായിട്ട് മെയിനായിട്ട് ഉണ്ടായിരുന്ന ആൾ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം, അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് പഠിക്കാം.